സ്വാഗതം. തോട്ടുംകര ഭഗവതിയുടെ ഐതിഹ്യമറിയാമോ? ഭർത്താവും 12 മക്കളും നഷ്ടപ്പെട്ട ഒരമ്മയുടെ വിങ്ങുന്ന വേദനയിൽ നിന്നും ഉയർക്കൊണ്ട ദൈവക്കുരുവാണ് തോട്ടുംകര ഭഗവതി. തെയ്യക്കാഴ്ചകളിൽ ഇന്നും ആ അമ്മയുടെ വിലാപവും രൗദ്രഭാവവും കണ്ടു നിൽക്കുന്നവരുടെ കണ്ണു നിറയ്ക്കുന്നു. പണ്ട് കോലത്തുനാട്ടിലെ ഒരു ഗ്രാമത്തിൽ ഭക്തിയും സഹനവും നിറഞ്ഞ ഒരമ്മ ജീവിച്ചിരുന്നു. വിധി ആ അമ്മയോട് അങ്ങേയറ്റം ക്രൂരമായാണ് പെരുമാറിയത്. തൻ്റെ കൺമുന്നിൽ വെച്ച് പ്രിയപ്പെട്ട 12 മക്കളും ഭർത്താവും മരിച്ചുപോയി. ആ വലിയ സങ്കടക്കടലിൽ തകർന്നുപോയ അമ്മയ്ക്ക് ആകെ കൂടി ആശ്വാസം നൽകിയത് രാമായണ പാരായണമായിരുന്നു. ഓരോ വരിയും ആ അമ്മ ഈണത്തിൽ വായിക്കുമ്പോൾ ഗ്രാമവാസികൾ പോലും അത് കേട്ട് നിന്നു പോകുമായിരുന്നു. എന്നാൽ ഈ കേട്ടറിവ് എത്തിയത് കോലത്തു നാടുവാഴുന്ന തമ്പുരാന്റെ ചെവിയിലാണ്. ആ അമ്മയുടെ സൗന്ദര്യത്തെക്കുറിച്ചും മനോഹരമായ രാമായണ വായനയെക്കുറിച്ചും കേട്ട തമ്പുരാൻ അവരെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. തന്റെ അന്തപുരത്തിലേക്ക് വരാൻ ആവശ്യപ്പെട്ട തമ്പുരാനോട് ആ അമ്മ വിനയത്തോടെ പറഞ്ഞു, മക്കളും ഭർത്താവും നഷ്ടപ്പെട്ട ഈ ജന്മത്തിൽ എനിക്ക് ഒന്നിനോടും താല്പര്യമില്ല. എൻ്റെ ബാക്കിയുള്ള കാലം ആ രാമനാമം ചൊല്ലി കഴിയാൻ എന്നെ അനുവദിക്കണം. തൻ്റെ ആജ്ഞ ധിക്കരിച്ച ആ സ്ത്രീയോട് തമ്പുരാന് കടുത്ത ദേഷ്യം തോന്നി. അത്രയ്ക്ക് വലിയ ദുഃഖം നിനക്കുണ്ടെങ്കിൽ അതൊന്ന് തെളിയിച്ചു കാട്ടൂ എന്ന് തമ്പുരാൻ അവരെ പരിഹസിച്ചു. തമ്പുരാന്റെ വെല്ലുവിളി സ്വീകരിച്ച ആ അമ്മ ഒരു പുതുക്കലവും ഒരു പിടി പച്ച നെല്ലും ആവശ്യപ്പെട്ടു. നെല്ല് കലത്തിലിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർ പ്രാർത്ഥിച്ചു. നിമിഷങ്ങൾക്കകം ആ അമ്മയുടെ ഉള്ളിലെ വിങ്ങുന്ന സങ്കടത്തിന്റെ ചൂടേറ്റ് കലത്തിലെ പച്ച നെല്ല് വെന്ത് മലരായി മാറി. ഈ അത്ഭുതം കണ്ട് തമ്പുരാൻ പരിഭ്രമിച്ചു. ഇത്രയും യോഗശക്തിയുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്നത് തന്റെ അധികാരത്തിന് ഭീഷണിയാണെന്ന് അയാൾ കരുതി. ഉടൻ തന്നെ അവരെ കൊന്നുകളയാൻ അയാൾ ശിങ്കിടിമാരോട് കൽപ്പിച്ചു. അവർ ആ അമ്മയെ വിവസ്ത്രയാക്കി ഒറ്റമുണ്ട് മാത്രം ധരിപ്പിച്ചു. തലയിലും അരയിലും പന്തങ്ങൾ കെട്ടിവെച്ച് തീ കൊളുത്തി അവരെ ക്രൂരമായി പീഡിപ്പിച്ചു. ദേഹമാസകലം പടർന്ന തീയുടെ വേദന താങ്ങാനാവാതെ ആ അമ്മ നിലവിളിച്ചുകൊണ്ട് ഓടി. ഒടുവിൽ ഓടിയെത്തിയത് അവർ ഒരു തോട്ടിന്റെ കരയിലാണ്. അവർ ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. തോട്ടിലെ വെള്ളം കൊണ്ട് ദേഹത്തെ തീയണച്ചെങ്കിലും ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. തളർന്നുപോയ അവർ സമീപത്തെ മുല്ലപ്പള്ളി തറവാട്ടിലേക്ക് ഓടിച്ചെന്നു. ആ തറവാട്ടിലെ അമ്മ ഈ സ്ത്രീയുടെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് ഉടുക്കാൻ വസ്ത്രവും കുടിക്കാൻ വെള്ളവും നൽകി. ദാഹം മാറ്റിയെങ്കിലും നിമിഷങ്ങൾക്കകം ആ സ്ത്രീ അവിടെ മരിച്ചു വീണു. പിന്നീട് ആ പ്രദേശത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അഭയം നൽകിയ തറവാട്ടിൽ ഐശ്വര്യം കളിയാടിയപ്പോൾ ക്രൂരത കാട്ടിയ നാടുവാഴിയുടെ കൊട്ടാരത്തിൽ അനർത്ഥങ്ങൾ നിറഞ്ഞു. പ്രശ്നവിധിയിൽ ആ സ്ത്രീ ദൈവക്കരുവായി മാറിയെന്ന് തെളിഞ്ഞു. തോട്ടുംകരയിൽ നിന്നും ഉദയം ചെയ്ത ദേവിയെ ഭക്തർ തോട്ടുംകര ഭഗവതി എന്ന് വിളിച്ചു. ഇന്നും ഉത്തരമലബാറിലെ കാവുകളിൽ തെയ്യം ഉറഞ്ഞാടുമ്പോൾ ആ അമ്മയുടെ രൗദ്രഭാവം അന്യായങ്ങൾക്കെതിരെയുള്ള താക്കീതായും അമ്മയുടെ അനുഗ്രഹം ഭക്തർക്ക് വലിയൊരു തണലായും മാറുന്നു.
സമാഹരിക്കുന്ന ചിക്കുന്ന വലിയ പുരാവനൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് പ്രാണവിശ്വാസമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. കാക്കത്തോടാതെയാണ് ഞാൻ ഇവിടെ തീയണച്ചത്. അന്ന് ോളം പുറത്തുനാളുകളുണ്ടെങ്കിൽ എല്ലാം ഞാൻ കേൾക്കാൻ കഴിയും. ഇവിടെ ചെന്ന് കൈയെടുക്കുന്ന മാതാവിനെ കഴിഞ്ഞാൽ